ഇറാൻ ചോദിച്ചു വാങ്ങിയതോ? US ഇറങ്ങുമോ രംഗത്ത്? മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നുവോ? നമുക്ക് ആദ്യം ശ്രീപത്മനാഭൻ ചേട്ടനിലേക്ക് പോകാം. നമസ്തേ, സ്വാഗതം. ഇറാൻ ചോദിച്ചു വാങ്ങിയതോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് കേട്ടു കാണും. അല്ല, ഇവിടെ എന്താ പ്രശ്നം അറിയോ? ഈ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യവും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും പരസ്പരം അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങളാണ്. അങ്ങനെ പരസ്പരം അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷം നടക്കുന്നത് വളരെ അപൂർവമാണ്. ഇവിടെ ഇപ്പൊ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തെ ഏതാണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളും ഇസ്രയേലിനെതിരായിരുന്നു. അവർ ഇസ്രയേലിന്റെ നാശം കാണാൻ വേണ്ടിയും ഇസ്രയേലിനെ ഇല്ലാതാക്കാനും വേണ്ടിയൊക്കെ പ്രവർത്തിച്ചവരായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇപ്പോ സൗദി അറേബ്യ, ദുബായ് പോലുള്ള അറബി രാജ്യങ്ങൾ, അതായത് എണ്ണ ഉത്പാദിപ്പിച്ച് എണ്ണ വിപണനം നടത്തി വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണം നടത്തി വലിയ വികസിത രാജ്യങ്ങളായ ഇവരൊക്കെ ഇസ്രയേലുമായിട്ടുള്ള പഴയ ശത്രുതയൊക്കെ അവസാനിപ്പിച്ച് ഇസ്രയേലുമായി നല്ല നിലയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ അത് ലോകത്തുണ്ടായ ഒരു നല്ല മാറ്റമാണ്. അതോടൊപ്പം പാലസ്തീൻകാരും എന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ജെറുസലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഒക്കെ താമസിക്കുന്ന പാലസ്തീനികൾ എന്ന് വെച്ചാൽ പാലസ്തീൻ എന്ന് പറയുന്ന അവരുടെ രാജ്യം, അവരും PLOയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ PLO ഭരിക്കുന്ന പാലസ്തീനും ഇസ്രയേലുമായി പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ച് സൗഹാർദ്ദത്തിലും സഹകരണത്തിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള, അതല്ലെങ്കിൽ ഈ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും പോലുള്ള സംഘടനകളും ഇസ്രയേലുമായിട്ടുള്ള ഈ സംഘർഷം തുടരുകയാണ്. ഈ സംഘർഷത്തിൽ വളരെ കൗതുകരമായി നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇറാനെ സഹായിക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറായിട്ടില്ല എന്നാണ്. ഇറാന് വേണ്ടി ആയുധം കൊടുക്കാനോ ഇറാന് സാമ്പത്തികമായി സഹായിക്കാനോ യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കാനോ ഇന്നാരും ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറായിട്ടില്ല. പാകിസ്ഥാനാണ് ഇപ്പോൾ ഒരു പ്രസ്താവനയായി വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇറസ്പോൺസിബിൾ കൺട്രിയാണ്. അവർക്ക് എന്തും വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഇറാൻ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. അതേ സമയത്ത് ഇസ്രയേലിന്റെ ഭാഗത്ത് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട്. പാശ്ചാത്യ ലോകത്ത് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഇസ്രയേലിനാണ് ഉള്ളത്. മാത്രവുമല്ല, ഇസ്രയേലിന്റെ ആയുധങ്ങളാണ് കൂടുതൽ ഫലപ്രദം. ഈ ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുന്ന 100 ഡ്രോണുകളിൽ ഒരു 5-8 മാത്രമേ ഇസ്രയേലിൽ പതിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ആകാശത്ത് പൊട്ടുകയാണ്. അതേസമയത്ത് ഇസ്രയേൽ അയക്കുന്ന ഏതാണ്ട് എല്ലാ മിസൈലുകളും അവർ വളരെ സ്പെസിഫിക് ടാർഗറ്റ് ആണ് നോക്കുന്നത്. അതായത് ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, ഇറാന്റെ പട്ടാള മേധാവികൾ, രഹസ്യാന്വേഷണ മേധാവികൾ, ഇവരൊക്കെ താമസിക്കുന്ന വീടുകൾ അല്ലെ ഫ്ലാറ്റുകൾ, ഇവയൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രയേൽ അവരുടെ മിസൈലുകൾ അയക്കുന്നത്. ഇത് ഏതാണ്ടൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഇറാന് വലിയ എന്താ പറയാ ആൾനാശവും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ വലിയ നാശനഷ്ടവും സംഭവിക്കുന്നുണ്ട്. ഒരു ലോക മഹായുദ്ധത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലെങ്കിലും ഇറാന് കടുത്ത പ്രഹരം, കടുത്ത ക്ഷീണം, കടുത്ത നഷ്ടം വരുത്തി വെക്കുന്ന ഒരു യുദ്ധമായിരിക്കും ഇത്. അതോടൊപ്പം ഇസ്രയേലിനും നാശനഷ്ടങ്ങൾ സംഭവിക്കും, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഈ യുദ്ധം നീണ്ടുപോകുന്നത് പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വളരെ ദോഷം ചെയ്യും. മാത്രവുമല്ല, എണ്ണ ഉൽപാദന കേന്ദ്രമാണ്, എണ്ണ ഉൽപാദന മേഖലയാണ്. ഇവിടെ ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടായാൽ അത് എണ്ണ ഉൽപാദനത്തെയും വിപണനത്തെയും ബാധിക്കും. ലോക മാർക്കറ്റിൽ എണ്ണയുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം ഐക്യരാഷ്ട്രസഭയോ മറ്റു ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇത് എല്ലാവർക്കും നഷ്ടം വരുത്തി വെക്കും. സ്വാഭാവികമായിട്ടും ഇറാൻ ആയിരിക്കും വലിയ നഷ്ടം സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.